മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം 11ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം ഇന്ന് പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഭവദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്തൻ വിജയോപ്യരുന്ധം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത്പ്രേരണൈവ ഭൂമൻ. ആദ്യത്തെ ശ്ലോകത്തിൽ സർഗം സൃഷ്ടികർമ്മം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ, 4 മഹർഷിമാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ളതായിട്ടുള്ള 4 മഹർഷിമാർ ഭഗവത് ദർശനത്തിനായിട്ട് വൈകുണ്ഠത്തിലെത്തി എന്ന് പറഞ്ഞു. അവർ 6 കക്ഷകളും കടന്ന് ഭഗവാന്റെ മന്ദിരത്തിൻ്റെ, മണിമന്ദിരത്തിൻ്റെ സമീപത്ത് എത്തി എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനുശേഷം ഭഗവാന്റെ അവിടെ ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാനെ തന്നെ പ്രാപിച്ച് ഭഗവാന്റെ ദ്വാസ്ഥന്മാരായിട്ട്, കാവൽക്കാരായിട്ട് നടക്കുന്നതായിട്ടുള്ള ജയവിജയന്മാരുണ്ട്. ജയൻ, വിജയൻ എന്നുള്ളതായിട്ടുള്ള 2 പേര്. അവർ വലിയ ഭക്തന്മാരായിരുന്നു. ഭഗവത് പ്രാപ്തി ഉണ്ടായതോടു കൂടിയിട്ട് അഹങ്കാരം കുറച്ചുണ്ടായോ സംശയം. എന്തായാലും അവരവിടെ കാവൽക്കാരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സനകാദികളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നിത്യമായിട്ട് പ്രായം ആയിട്ടുണ്ടെങ്കിലും അവർ ചെറുപ്പ കുട്ടികളായിട്ടാണ് 4 പേരും 5 വയസ്സുള്ളതായിട്ടുള്ള കുമാരന്മാരായിട്ടാണ് അവരുടെ ഭാവം. അപ്പോൾ 5 വയസ്സായിട്ടുള്ള കുമാരന്മാരാണ് അവർ. വസ്ത്രം ഒന്നും ധരിക്കലൊന്നുമില്ല. അപ്പോൾ ഈ 4 കുട്ടികൾ വന്ന് അങ്ങ് വൈകുണ്ഠത്തിൽ വന്നപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. വാതുക്കൽ വന്നിട്ട് അത് കടക്കാനായിട്ട് തുടങ്ങി ഞങ്ങൾ. അപ്പോൾ ഈ ജയവിജയന്മാർ, ദ്വാസ്ഥന്മാരായിട്ടുള്ള കാവൽക്കാർ ആയിട്ടുള്ള ദ്വാസ്ഥന്മാർ, ദ്വാരത്തിൽ വർത്തിക്കുന്നവർ, കാവൽക്കാരായിട്ട് വാതുക്കൽ ഉള്ള ആളുകളാണ് ദ്വാസ്ഥന്മാരെന്ന് പറഞ്ഞാൽ കാവൽക്കാരെന്നർത്ഥം. അവർ ജയൻ, വിജയൻ എന്നുള്ളതായിട്ടുള്ള 2 പേരാണ്. അവർ തടഞ്ഞു, ഈ സനകാദികളെ തടഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് ഈ അകത്തേക്ക് പോവാതിറങ്ങണത് എന്ന് പറഞ്ഞ് അവർ തടഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ മഹർഷിമാർക്ക് കോപം വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഭവദ്ദിദൃക്ഷൂൻ, ഭവാനെ കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, ദിദൃക്ഷു കാണാനുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയവർ, ഇച്ഛയോടു കൂടിയവർ. ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ കാണാൻ താല്പര്യത്തോടു കൂടി ഭഗവത് ഭക്തന്മാരായിട്ട് അവർ സൃഷ്ടികർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ബ്രഹ്മാവ് കോപിച്ചതൊക്കെ. അപ്പോൾ അവർ ഭഗവത് ഭക്തിയാണ് അവർക്ക് പ്രധാനമായിട്ട് ഈ സനകാദികൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള സനകാദികൾക്ക് ഭഗവാനെ കാണണം, മഹാവിഷ്ണുവിനെ നേരിട്ട്. അവരുടെ ഉള്ളിലെ മഹാവിഷ്ണുവിനെ കാണണമൊക്കെ ഉണ്ട്. പക്ഷെ അത് പോരാ, ബാഹ്യ ചക്ഷുസ്സുകളെ കൊണ്ട് ഭഗവാനെ കാണണം എന്നുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടിയിട്ട് വൈകുണ്ഠത്തിലെത്തി എന്ന് പറയാണ്. അപ്പം അങ്ങനെ ഭവദ്ദിദൃക്ഷൂൻ, അങ്ങയെ കാണാനായിട്ട്, നേരിട്ട് നേത്രങ്ങളെ കൊണ്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ മഹർഷിമാരെ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, അങ്ങനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി ഭവനം വിവിക്ഷൂൻ, ഭഗവാന്റെ ഭവനത്തിലേക്ക്, വൈകുണ്ഠത്തിലെ ഭഗവാന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്, വിവിക്ഷു പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവർ, വിവിക്ഷു പ്രവേശിക്കുവാൻ, വിശ് എന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നർത്ഥം. അങ്ങനെ വിവിക്ഷു പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള, അങ്ങയെ കാണാനായി ആഗ്രഹത്തോടു കൂടി ഭവനത്തിലേക്ക് കടക്കാൻ അഭിലഷിക്കുന്നതായിട്ടുള്ള ഭവനം വിവിക്ഷൂൻ, ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള താൻ അവരെ, ദ്വാസ്ഥൗ വിജയ അപി, ദ്വാസ്ഥൗ ദ്വാരത്തിൽ, വാതിൽക്കൽ നിൽക്കുന്നതായിട്ടുള്ള സ്ഥിതന്മാരായിട്ടുള്ള, ദ്വാസ്ഥൗ ദ്വാരത്തിൽ സ്ഥിതന്മാർ, ദ്വാരത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള കാവൽക്കാരായിട്ടുള്ള വിജയ അപി, ജയനും വിജയനും. ജയൻ വിജയൻ 2 പേരായതുകൊണ്ടാണ് ദ്വാസ്ഥൗ എന്ന് ദ്വിവചനം പ്രയോഗിച്ചത്. ദ്വാസ്ഥന്മാരായിട്ടുള്ള കാവൽക്കാരായിട്ടുള്ള ജയനും വിജയനും
അരുന്ധാം തടഞ്ഞു. ദ്വിവചനാണ് ഇവിടെ രണ്ടുപേരും ജയനും വിജയന്മാർ, ജയവിജയന്മാർ രണ്ടുപേരായതുകൊണ്ട് അരുന്ധാം എന്ന് ഞെരുന്ധാം എന്ന് തടഞ്ഞു. ജയഹ വിജയഹ അപി ഞെരുന്ധാം തടഞ്ഞു. രണ്ടുപേരും ജയവിജയന്മാര്, ജയനും വിജയനും ഈ മഹർഷിമാരെ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഈ മഹർഷിമാരെ തടഞ്ഞു നിർത്തി. അതായത് അവരുടെ ആ ദിവ്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് അവർക്ക് വൈകുണ്ഠത്തിലേക്ക് വരാനായിട്ട് തന്നെ സാധിച്ചത്. എന്നിട്ട് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ 6 കക്ഷകളും കിടന്നിട്ടാണ് ഇവിടെ ഭഗവാന്റെ ഭവനത്തിലേക്ക് എത്തണത്. അങ്ങനെ എത്തണതായിട്ടുള്ള ആ ഭഗവാന്റെ ഭവനത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അവരെ ഈ ജയവിജയന്മാരെ ഇവരുടെ സ്ഥിതിയൊന്നും അറിയാതെ കണ്ട് 4 കുട്ടികളെ ഇതാ കയറിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോണു എന്ന്, പിന്നെ ഞങ്ങളെന്തിനാ അവിടെ നിൽക്കണത് എന്നുള്ള നിലയിൽ ആ ജയവിജയന്മാരവരെ തടഞ്ഞു എന്ന് പറയാണ്. വിജയ അപി അരുന്ധാം ഞെരുന്ധാം തടഞ്ഞു. ദ്വാസ്ഥന്മാരായിട്ടുള്ള ജയനും അവിടെ ആ അന്വയത്തിലൊന്ന് മാറ്റം വരുത്തേണ്ടി വരും. ശ്ലോകത്തിലെ ക്രമം അനുസരിച്ചിട്ടുള്ള അന്വയം വരിക. ദ്വാസ്ഥൗ ജയ വിജയ അപി താൻ അരുന്ധാം. എങ്ങനെയുള്ളതാണ് അവര്? ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ. അങ്ങയുടെ ഭവദ്ദിദൃക്ഷൂൻ ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഭവനം വിവിക്ഷൂൻ ഭവനത്തിലേക്ക്, ഭഗവാന്റെ മണിമന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള അവരെ ജയനും വിജയനും തടഞ്ഞു എന്നാണ് പറഞ്ഞത്. ദ്വാരത്തിൽ തടഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ മഹർഷിമാർക്കും കോപമുണ്ടായി. തേഷാം ചിത്തേ അവരുടെ മനസ്സിൽ, അതായത് ഈ മഹർഷിമാരുടെ സനകാദികളായിട്ടുള്ള മഹർഷിമാരുടെ ചിത്തേ മനസ്സിൽ, തേഷാം അവരുടെ മനസ്സിൽ പദം ആപ കോപഹ പദം ആപ കോപം സ്ഥാനത്തെ പ്രാപിച്ചു. ആപാംച പ്രാപിച്ചു. പദം ആപ സ്ഥാനത്തെ പ്രാപിച്ചു. കോപം മനസ്സിൽ സ്ഥാനത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കോപം ഉണ്ടായി എന്ന് സാരം. ഈ മഹർഷിമാർക്ക്, സനകാദികളായിട്ടുള്ള മഹർഷിമാർക്ക് ഇവർ തടഞ്ഞപ്പോൾ, അതായത് അവര് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹർഷിമാരാണ്. ഭഗവത് ഭക്തി കൊണ്ട് ഭഗവാനെ കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള തങ്ങളെ ഇവരും തടഞ്ഞു നിർത്തിയപ്പോൾ അവർക്കും പെട്ടെന്ന് കോപമുണ്ടായി. ഈ കോപമൊന്നും ഇല്ലാത്തവരാണ് ശമതമാദികളൊക്കെ ജയിച്ചിട്ടുള്ളവരാണ്. അവരെ കഴിഞ്ഞിട്ട് ശമതമാദികളൊക്കെ കഴിഞ്ഞ് ഈ സമാധിസ്ഥന്മാരായിട്ട് ഭഗവാനെ ഉള്ളിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഈ മഹർഷിമാർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഈ മഹർഷിമാർക്കും കോപമുണ്ടായി എന്ന് പറയാണ്. ഈ ജയവിജയന്മാരെ എങ്ങനെയുള്ളവരാണ്? അവർ ഭക്തി കൊണ്ടാണ് ഈ സ്ഥാനം എത്തിയിട്ടുള്ളത്. ഭഗവാനോട് തന്നെ സാമീപ്യം പ്രാപിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാവൽക്കാരായിട്ട് അവിടെ വർത്തിക്കണവരാണ് ഈ ജയവിജയന്മാർ. അവർക്കിത് തടയാൻ തോന്നി. ഈ മഹർഷിമാരെ കണ്ടിട്ട് അവരെ തടയാൻ തോന്നി. ഈ മഹർഷിമാരൊക്കെ അത് കഴിഞ്ഞിട്ട് കോപം ഉണ്ടാവുകയും ചെയ്തു. അവരുടെ മനസ്സിൽ കോപം സ്ഥാനം പിടിച്ചു എന്ന് പറയാണ്. രണ്ടും സാധാരണഗതിയിൽ ആലോചിച്ചാൽ ഉണ്ടാവാൻ വയ്യാത്തതാണ്. പിന്നെ എന്തേയാവോ ഇത്? എന്താ മനസ്സിന് നല്ലോണം ആയിട്ടില്ല ശാന്തത എന്നുള്ളത് രണ്ടു കൂട്ടർക്കും, ജയവിജയന്മാർക്കും അതുമാതിരി മഹർഷിമാരൊക്കെ മതിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ കോപം ഉണ്ടാവണത്. എന്തായാലും അത് ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് എന്ന് പറയാണ്. തേഷാം ചിത്തേ പദമാപ കോപ സർവം ഭവൽപ്രേരണയാ ഏവ ഭൂമൻ. അല്ലയോ ഭൂമൻ, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞിട്ടുള്ളതായിട്ടുള്ള, എല്ലാ ശക്തികളും തികഞ്ഞിട്ടുള്ളതായ അല്ലയോ ഭഗവാനെ, സംബോധനയാണ് ഭൂമൻ എന്നുള്ളത്. ഭൂമാ എന്ന് പ്രഥമ, അതിൻ്റെ സംബോധന ഭൂമൻ എന്ന്. അല്ലയോ ഭൂമൻ, സർവശക്തനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്. അതായത് ഈ ജയവിജയന്മാരുടെ അഹന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കിയിട്ട് വീണ്ടും അവർക്ക് ഭഗവാനിൽ ഐക്യം പ്രാപിക്കാനുള്ളതായിട്ടുള്ള അവസരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ തന്നെയാണോ അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് എന്ന് സംശയിക്കുകയാണ്. ഭവൽപ്രേരണയാ ഏവ ഭൂമൻ, അല്ലയോ ഭഗവൻ, ശക്തനായിട്ടുള്ള അല്ലയോ ഭഗവൻ, എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെ ആണ് എന്ന് പറയാണ്. ഭവൽപ്രേരണയാ ഏവ, അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ്, വേറൊരു കാരണവും അതിനില്ല എന്നാണ്. ഈ ഇവർക്ക് കോപം ഉണ്ടാവാനും, അല്ല ജയവിജയന്മാർ തടുക്കാനും മറ്റവർക്ക് കോപം ഉണ്ടാവാനും ഒക്കെ കാരണം
അങ്ങയുടെ പ്രേരണ ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലാതെ കൊണ്ടൊന്നും ആവാൻ വഴിയില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ വൈകുണ്ഠ ലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവം ദൈത്യഗതിം ഭജേതം ഇതി പ്രസപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർന്നുസ്ത്വിതി നേമതുസ്താൻ. അപ്പോൾ ഇവർക്ക് കോപമുണ്ടായി, അപ്പോൾ അവർ ശപിച്ചു എന്ന് പറയാണ്. എന്താണ് ശപിച്ചത്? വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം. യുവാം നിങ്ങൾ രണ്ടുപേരും, തും യുവാം യൂയം, യുവാം എന്ന് ദ്വിവചനാണ്. യുവാം നിങ്ങൾ രണ്ടുപേരും, അതായത് ജയവിജയന്മാരെ ശപിക്കുകയാണ്. യുവാം നിങ്ങൾ കഷ്ടൗ കഷ്ടന്മാരാണ്, അതായത് വേണ്ട വിധത്തിൽ പെരുമാറാൻ വശമില്ലാത്തവരാണ്, കഷ്ടസ്ഥിതിയിൽ ഉള്ളവരാണ് ദുഷ്ടന്മാർ എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ. കഷ്ടവു യുവാം ദുഷ്ടന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവും, വൈകുണ്ഠലോകത്തിൽ ഭഗവാന്റെ ഈ വൈകുണ്ഠത്തിൽ ഉചിതമായിട്ടുള്ള പ്രവൃത്തിയല്ല നിങ്ങളുടെ ഉണ്ടായത്. ഭഗവാനെ കാണാൻ വന്നതായിട്ടുള്ള ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തിയില്ലേ, അത് ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല. വൈകുണ്ഠത്തിൽ വർത്തിക്കേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ, ഇവിടുത്തെ ശിഷ്യന്മാരൊക്കെ ഭഗവാന്റെ ഭൃത്യന്മാരായിട്ടുള്ളവരൊക്കെ ഭഗവാനെ പോലെ തന്നെ ശാന്തസ്വരൂപന്മാരായിരിക്കണം. അപ്പോൾ അങ്ങനെ അല്ലാതെ കണ്ട് അതിന് വിരുദ്ധമായിട്ട് ഞങ്ങളെ തടഞ്ഞതായിട്ടുള്ള നിങ്ങൾ വൈകുണ്ഠത്തിൽ ഉചിതന്മാരല്ല, ഇവിടെ വർത്തിക്കാൻ ഉചിതന്മാരായി യോഗ്യരല്ല. വൈകുണ്ഠലോകത്തിൽ അനുചിതമായിട്ടുള്ള പ്രവൃത്തിയോടുകൂടിയ, ഉചിതമല്ലാത്ത പ്രവൃത്തിയോടുകൂടിയ, വൈകുണ്ഠലോകത്തിൽ അനുചിതമായ പ്രവൃത്തിയോടുകൂടിയതായ നിങ്ങൾ വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ട വെച്ചാൽ പ്രചേഷ്ട പ്രവൃത്തി തന്നെ, ചേഷ്ടയോടുകൂടിയ പ്രവൃത്തിയോടുകൂടിയതായ വൈകുണ്ഠലോകത്തിന് അനുചിതമായ പ്രചേഷ്ടയോടുകൂടിയതായിട്ടുള്ള കഷ്ടന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള യുവാം നിങ്ങൾ രണ്ടുപേരും ദൈത്യഗതിം ഭജേതാം, ദൈത്യന്മാരുടെ ഗതിയെ പ്രാപിക്കട്ടെ. ഭജേതാം ഭജിക്കട്ടെ. നിങ്ങൾ ദൈത്യന്മാരുടെ അവസ്ഥയെ പ്രാപിക്കട്ടെ, ദൈത്യന്മാരായി തീരട്ടെ. ദൈത്യഗതിം ഭജേതം എന്നും അവിടെയും ദ്വിവചനാണ്. രണ്ടുപേരും ദൈത്യന്മാരായി തീരട്ടെ, ദൈത്യഗതിയെ പ്രാപിക്കട്ടെ എന്നിങ്ങനെ ഇതി പ്രസപ്തവും, ഇങ്ങനെ അവരെ ശപിക്കപ്പെട്ടു. ആര്? ഈ ജയവിജയന്മാർ ശപിക്കപ്പെട്ടു മഹർഷിമാരവരെ ശപിച്ചു എന്ന് പറയാം. ഇതി പ്രസപ്തവും, ഇപ്രകാരം ശപിക്കപ്പെട്ടതായിട്ടുള്ള അവർ, ഇതി പ്രസപ്തവും ഭവദാശ്രയവും തൗ, അവർക്ക് വേറെ ആശ്രയമൊന്നുമില്ല. തൗ ഭവദാശ്രയവും, ഭവാന്റെ ആശ്രയത്തോടുകൂടിയതായ, ഭവാൻ തന്നെ ആയിട്ടുള്ള ആശ്രയത്തോടുകൂടിയ, ഭഗവാനെ തന്നെ ആശ്രയിച്ചു കഴിയുന്നതായിട്ടുള്ള ഭഗവാനാകുന്ന ആശ്രയത്തോടുകൂടിയ അവർ രണ്ടുപേരും ഭവദാശ്രയവും തൗ, അങ്ങയെ ആശ്രയമാക്കിയിട്ടുള്ള ആ രണ്ടുപേരും ഇതി പ്രസപ്തവും, ഇപ്രകാരം ശപിക്കപ്പെട്ടവരായിട്ട്, മഹർഷിമാരാൽ ശപിക്കപ്പെട്ടവരായിട്ട്, ഹരിസ്മൃതിർന്നു സ്തുതി നേമതുസ്താൻ, അവർക്ക് അപ്പോഴേക്കും ശാന്തരായി. ശപിച്ചു കഴിഞ്ഞപ്പോഴേക്കും തങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായി. അവർ ആ ഹരിസ്മൃതി നഹ അസ്തു, ഞങ്ങൾക്ക് ഹരിയുടെ സ്മരണ ഉണ്ടാവട്ടെ എന്ന് അവരോട് അപേക്ഷിച്ചു. മഹർഷിമാരോട്, തങ്ങളെ ശപിച്ചതായിട്ടുള്ള മഹർഷിമാരോട്, ദൈത്യന്മാരായി തീർന്നാലും ഞങ്ങൾക്ക് ഹരിയുടെ സ്മരണ ഉണ്ടാവട്ടെ. ഹരിസ്മൃതി, ഹരിയുടെ കുറിച്ചുള്ളതായിട്ടുള്ള ഓർമ്മ, ഭഗവാനെ കുറിച്ചുള്ളതായിട്ടുള്ള ഓർമ്മ ഞങ്ങൾക്ക് ദൈത്യഭാവത്തിലും ഉണ്ടാവട്ടെ എന്ന് ശാപമോക്ഷമല്ല ചോദിച്ചത്. ആ ഭഗവാനായിട്ട് ദൈത്യന്മാരായിട്ട് തീർന്നാലും ഞങ്ങൾക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടാകട്ടെ. ഹരിസ്മൃതി നഹ അസ്തു, നഹ ഞങ്ങൾക്ക് ഹരിസ്മരണം ഉണ്ടാവട്ടെ എന്നിങ്ങനെ ഹരിസ്മൃതി ഇതി നേമതുസ്താൻ, താൻ നേമതുഹു എന്ന് അർത്ഥിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു. ദണ്ഡ നമസ്കാരം ചെയ്തു. മഹർഷിമാര് തടഞ്ഞത് തെറ്റിപ്പോയി എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മഹർഷിമാരെ താൻ നേമതുഹു, അവരെ നമിച്ചു, അവരെ നമസ്കരിച്ചു. എന്ത് പറഞ്ഞുകൊണ്ട്? ഞങ്ങൾക്ക് ആ ദൈത്യഭാവത്തിലും ഹരിസ്മരണ ഉണ്ടാവണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരെ അങ്ങോട്ട് നമസ്കരിച്ചു. ഹരിസ്മൃതി നഹ അസ്തു, അവിടെ പദം മുറിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ഹരിസ്മൃതി നഹ അസ്തു ഇതി, 4 പദങ്ങളാണ്. ഹരിസ്മൃതി നഹ ഞങ്ങൾക്ക്, അസ്തു ഉണ്ടാവട്ടെ, ഇതി എന്നിങ്ങനെ
താൻ നേമതുഹു, നേമതുഹു താൻ എന്നാണ് പദം മുടിയ. അപ്പോൾ താൻ നേമതുഹു അവരെ നമസ്കരിച്ചു. നേമതുഹു നനാമ നേമതുഹു, നനാമാഞ്ച നമസ്കരിച്ചു, അതിൻ്റെ ദ്വിവചനം നേമതുഹു. നേമതുഹു താൻ അവരെ നമസ്കരിച്ചു, മഹർഷിമാരെ ഈ ജയവിജയന്മാര് നമസ്കരിച്ചു എന്ന് പറയാണ്. ശ്ലോകം ഒന്നും കൂടിയും പറയാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്തൻ വിജയോപ്യരുന്ധം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവൽ പ്രേരണൈവ ഭൂമൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തടഞ്ഞുവച്ചു പടിവാതിലിങ്കൽ നിൻ ഭൃത്യരാകും വിജയൻ ജയന്മാർ. മഹർഷിമാർക്കുള്ളിലുയർന്നു കോപ എല്ലാം ഭവൽ പ്രേരണ തന്നെ ഈശാ. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവം ദൈത്യഗതിം ഭജേതം ഇതി പ്രശസ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർന്നുസ്ത്വിതി നേമതുസ്തൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വികുണ്ഠലോകത്തിനു ചേർന്നിടാത്തീ പ്രവൃത്തിയാൽ ദൈത്യരതായിടട്ടെ. ഈ ശാപമേറ്റിട്ടു ഭവാന്റെ ഭൃത്യർ ഭവാനെയോർക്കാൻ അവരെ നമിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.